എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒരുപാട് വേക്കൻസിയിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4ലായിട്ട് വരാൻ പോകുന്ന ബൾക്ക് വേക്കൻസിയിൽ വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ചിന്തിക്കുന്ന എന്താ. ഇത് നമ്മളെ കുറെ കാലം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. പ്രത്യേകിച്ച് ഹിന്ദി ചാനൽസ് നോക്കുകയാണെങ്കിൽ ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഇത് അലക്കിക്കൊണ്ടിരിക്കുകയല്ലേ. നോട്ടിഫിക്കേഷൻ ദാ വരാൻ പോകുന്നു, വന്നു കഴിഞ്ഞു, കല മുടക്കി സ്വാമി, തേങ്ങ അടക്കി സ്വാമി, അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാലം കൊണ്ട് കേൾക്കുന്നു. അതല്ലേ നിങ്ങളുടെ മനസ്സിനകത്ത് വന്നത്? അപ്പോ ആദ്യമേ തന്നെ ഞാൻ പറയാം, ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം എനിക്കൊരു ഉറപ്പില്ലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ. നമ്മളില്ലാത്തൊരു കാര്യം മിസ്ലീഡ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ ഒരു RT നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതിൻ്റെ റിപ്ലൈ വന്നു. നമ്മുടെ ആദർ സാറാണ്, സൂപ്പർ നോട്ട്സിലെ ആദർ സാറാണ് ഇത് അപ്ലൈ ചെയ്തത്, RT സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഓരോ കാറ്റഗറിയിലും എത്ര വേക്കൻസിയാണ് ഉള്ളത് അതാണ് നമ്മൾ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് ബാക്കി എല്ലാം കൗണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാറ്റഗറി 1ലെ വേക്കൻസിയാണ് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് പോസ്റ്റുകളാണ്. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജനറൽ നോക്കുകയാണെങ്കിൽ 42 വേക്കൻസി ഉണ്ട്. അതേപോലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ക്വാളിറ്റി കൺട്രോൾ 12 വേക്കൻസി. അസിസ്റ്റന്റ് ജനറൽ മാനേജർ അത് കഴിഞ്ഞ് അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ 14 വേക്കൻസി. അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലോ 8 വേക്കൻസി. മെഡിക്കൽ ഓഫീസർ 4 വേക്കൻസി. അങ്ങനെ കാറ്റഗറി 1ലും 80 വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കാറ്റഗറി 1ൽ ഇതുവരെ വേക്കൻസി അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. എപ്പോഴും കാറ്റഗറി 2ലും കാറ്റഗറി 3ലുമായിട്ടാണ് വേക്കൻസി അപ്ഡേറ്റ്സ് വന്നേക്കുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ നോട്ടിഫിക്കേഷൻ വരും, ഉറപ്പായിട്ടും ഈ നോട്ടിഫിക്കേഷൻ വരും. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, റെയിൽവേ നോട്ടിഫിക്കേഷൻ. അതായത് 2024 ആദ്യം മുതൽ തന്നെ നമ്മുടെ ഹിന്ദി വെർട്ടിക്കൽസ് മൊത്തം നോട്ടിഫിക്കേഷൻ റെയിൽവേയിൽ ഇത്രയും വേക്കൻസിയിൽ വരാൻ പോകുന്നു, 1 ലക്ഷം വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, അങ്ങനെയുള്ള ന്യൂസൊക്കെ മൊത്തം സ്പ്രെഡ് ആക്കിക്കൊണ്ടിരുന്നു. പക്ഷേ 2024 നോട്ടിഫിക്കേഷൻ വന്നില്ല. വന്നു എപ്പോഴാണ്? 2025ലാണ്. അതേപോലെ തന്നെ ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഈ വർഷം അവസാനമാകാം നോട്ടിഫിക്കേഷൻ വരാൻ, ചിലപ്പോൾ അടുത്ത വർഷം ആദ്യമാകാം, ചിലപ്പോൾ അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരാം. നമുക്കൊരു പറയാൻ പറ്റത്തില്ല, കൃത്യമായിട്ടൊരു ഡേറ്റോ ബാക്കിയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇച്ചിരി താമസിച്ചാലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ സമയം കിട്ടും, പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടും, ഒരുപാട് എക്സാംസ് എഴുതാൻ നമുക്ക് സമയം കിട്ടും. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യണം. നോട്ടിഫിക്കേഷൻ എന്തായാലും എത്തിയിരിക്കും. അത് കഴിഞ്ഞ 2, ഇത്രയും വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, കാറ്റഗറി 1 അപ്ഡേറ്റ് ഒന്നുമില്ല. നമ്മൾ പാർട്ടി കൊടുത്തപ്പോഴാണ് ഒരു വേക്കൻസി അപ്ഡേറ്റ് വന്നത്. 80 വേക്കൻസിയാണ് കാറ്റഗറി 1നകത്ത് കിടക്കുന്നത്, ടോട്ടൽ 80 വേക്കൻസി. ഓക്കെ, അത് കഴിഞ്ഞ് കാറ്റഗറി 2 6221 വേക്കൻസി. കാറ്റഗറി 3 27345 വേക്കൻസി. ടോട്ടൽ 33,566 പ്ലസ് 80. അങ്ങനെയാണ് വേക്കൻസി വരുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇത്രയും വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വരുമോ എന്ന് ചോദിച്ചാൽ അതും ഡൗട്ടാണ്. അതെനിക്ക് ഒരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന്. കാര്യം FCയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഞാൻ ഇത്രയും വരുമെന്ന് അറിയത്തില്ല, പക്ഷെ വേക്കൻസിയുടെ കൗണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരും, പക്ഷെ ഇത്രയും കാണത്തില്ല, മേ ബി ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ നോട്ടിഫിക്കേഷൻ എത്തും. ഇതിനകത്ത് ചിലപ്പോൾ ഒരു 5000 വേക്കൻസി കുറവാണെന്ന് സങ്കല്പിച്ചു. എന്നാലും എന്താണ് നഷ്ടം? നല്ല പോസ്റ്റാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. ഇപ്പൊ പുതിയ സാലറി കമ്മീഷനും കൂടെ വരുമ്പോൾ ഏറ്റവും മികച്ച സാലറിയിൽ നമുക്ക് പ്ലേസ് ആവാൻ പറ്റും. ക്ലിയർ ആണ്. ഇനി നമുക്ക് നോക്കാം ഓരോ പോസ്റ്റിലും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്, ഏജ് ലിമിറ്റ് എത്രയാണ്, ഇതാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓരോ പോസ്റ്റിന്റെയും ക്വാളിഫിക്കേഷൻ എന്താണ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ, ഏജ് ലിമിറ്റ് ഇതിനകത്ത് ഭൂരിഭാഗം പോസ്റ്റുകളും മാനേജർ പോസ്റ്റുകളാണ്. പ്രത്യേകിച്ച് കാറ്റഗറി 2 കാറ്റഗറി 3 ഒക്കെ വരുന്നത്. അവിടെ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് വരുന്നത് 28 വയസ്സാണ്. 28 വയസ്സാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് വരുന്നത്. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, അതായത് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 31. SC/ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ മാനേജർ ഹിന്ദി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല. ക്വാളിഫിക്കേഷൻ ഞാനത് പറയാം, കുറച്ച് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, കുറച്ച് വേക്കൻസി വരത്തുള്ളൂ. അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ OBC 3 വർഷം ഇളവുണ്ട്, SC/ST 5 വർഷം ഇളവുണ്ട്. ഇനി നമുക്ക് നോക്കാം കാറ്റഗറി 1ലും കാറ്റഗറി 2ലും കാറ്റഗറി 3ലും കാറ്റഗറി 4ലും ഏതൊക്കെയാണ് പോസ്റ്റുകൾ.
ഫസ്റ്റ് കാറ്റഗറി 1 നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്, നല്ല സാലറി ഉള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പൊ കാറ്റഗറി 1 വരുന്ന പോസ്റ്റുകളാണ് സീനിയർ മാനേജർ ലെവൽ പോസ്റ്റുകൾ മൊത്തം കാറ്റഗറി 1 വരുന്നു. ഫോർ എക്സാമ്പിൾ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, മെഡിക്കൽ ഓഫീസർ, ഇതൊക്കെ കാറ്റഗറി 1 വരുന്ന പോസ്റ്റുകളാണ്. കാറ്റഗറി 2 നോക്കുകയാണെങ്കിൽ കാറ്റഗറി 2ലും കാറ്റഗറി 3യിലാണ് ഏറ്റവും അധികം വേക്കൻസി ഉള്ളത്, പ്രത്യേകിച്ച് കാറ്റഗറി 3. കാറ്റഗറി 2 നോക്കുകയാണെങ്കിൽ ഓഫീസർ, മാനേജർ ലെവൽ, എക്സാമ്പിൾ മാനേജർ ജനറൽ, ഡിപ്പോ, മൂവ്മെന്റ്, അക്കൗണ്ട്സ്, ടെക്നിക്കൽ ആൻഡ് സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. കാറ്റഗറി 3 ആണെങ്കിൽ അസിസ്റ്റന്റ് സ്റ്റാഫ് ലെവൽ, എക്സാമ്പിൾ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഫോർ ജനറൽ ആൻഡ് ഡിപ്പോ, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ, ജൂനിയർ എഞ്ചിനീയർ, സ്റ്റെനോഗ്രാഫർ ആൻഡ് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ് കാറ്റഗറി 3യിൽ വരുന്നത്. കാറ്റഗറി 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള പോസ്റ്റുകളാണ്, സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ്, ഫോർ എക്സാമ്പിൾ വാച്ച്മാൻ, പിയൂൺ ആൻഡ് അതർ സപ്പോർട്ടിംഗ് പേഴ്സണൽ. ഇനി നോക്കാം ഓരോ കാറ്റഗറിയിലും ഓരോ പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ എന്താണ്. അപ്പോൾ ഞാനിവിടെ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത് കാറ്റഗറി 3 ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. കാര്യം ഏറ്റവും അധികം വേക്കൻസിയിൽ വരാൻ പോകുന്ന കാറ്റഗറി 3 ആണ്. ഈ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന 2 പോസ്റ്റുകളുണ്ട്. ഒന്ന് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആൻഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പോ. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആൻഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പോ. ഈ 2 പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ക്ലിയർ ആണ്? അപ്പൊ നമുക്കൊരു ഡൗട്ട് വന്നു, എന്താണ് ഈ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആൻഡ് ഡിപ്പോ? അപ്പൊ ഈ ജനറലും ഡിപ്പോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ജനറൽ നോക്കാം. അതായത് ജനറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫീസ് വർക്ക് മാത്രമേ കാണത്തുള്ളൂ. അതായത് നമുക്ക് അക്കൗണ്ട്സ്, ഓഫീസ് വർക്കുകൾ ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്. നമുക്ക് ഡിപ്പോയിലൊന്നും പോവേണ്ടി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സിറ്റിയുടെ പ്രധാന ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ഓഫീസ് വരുന്നത്. റിമോട്ട് ഏരിയയിലൊന്നും പോവേണ്ടി വരത്തില്ല. ഒരു 10 to 5 ജോബ് ആയിരിക്കും, വേറെ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. പക്ഷേ ഈ ഡിപ്പോ അങ്ങനെയല്ല. ഡിപ്പോ എന്ന് പറഞ്ഞാൽ ഫീൽഡ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഫീൽഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ട്രെയിൻ വരുന്ന സമയവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ ജോലി വരുന്നത്. വാഗൺ എപ്പോഴാണോ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട സമയമായിട്ടായിരിക്കും നമ്മുടെ ജോലി വരുന്നത്. മാത്രമല്ല നമ്മൾ പോർട്ടേഴ്സുമായിട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ കോൺടാക്റ്റിൽ പോവേണ്ടി വരും. മാത്രമല്ല ഇത് ഒരു നഗരത്തിലൊന്നും ആയിരിക്കത്തില്ല, ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ആയിരിക്കും ഈ ഡിപ്പോ ഓഫീസിലൊക്കെ വരുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡിപ്പോ വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഡിപ്പോ വരുന്നത് ഈ ചാക്ക, കഴക്കൂട്ടം, ഈ ലൈനിലാണ് എസ്സിയുടെ ഗോഡൌൺ വരുന്നത്. റിമോട്ട് ഏരിയ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും ഡിപ്പോയിലെ ജോലി വരുന്നത്. പക്ഷെ ജനറൽ അങ്ങനെയല്ല. ജനറൽ ആണെങ്കിൽ ഒരു 10 to 5 ഓഫീസ് ജോബാണ്. പക്ഷെ മറ്റേത് ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും, വാഗൺ വരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ജോലിയൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? കയ്യിലൊരു ഡിഗ്രി ഉണ്ടോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും അധികം വേക്കൻസി വരാൻ പോകുന്നതും ഈ 2 പോസ്റ്റുകളാണ്. അതിനുശേഷം അസിസ്റ്റന്റ് ഗ്രേഡ് 3 അക്കൗണ്ട്സ് ആണെങ്കിലും അവിടെ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് കൊമേഴ്സ്, ബികോം ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് പ്രൊഫഷ്യൻസി ഇൻ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അടുത്ത അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ ആണെങ്കിൽ അവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ഇൻ അഗ്രികൾച്ചർ ഓർ BSc വിത്ത് എനി ഓഫ് ദ ഫോളോയിങ് സബ്ജക്ട് ബോട്ടണി, സുവോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ഓർ ഫുഡ് സയൻസ് ഓർ BTech BE ഇൻ ഫുഡ് സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഓർ ബയോടെക്നോളജി. ഇതാണ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കലിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്ത അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഹിന്ദി ആണെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഹിന്ദിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്, നേരത്തെ നമ്മൾ ഹിന്ദി പറഞ്ഞില്ലേ, അവിടെ ക്വാളിഫിക്കേഷൻ വരുന്ന ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഹിന്ദി ആസ് ദ മെയിൻ സബ്ജക്ട്. നിങ്ങൾക്ക് ഹിന്ദിയിൽ ഡിഗ്രി ഉണ്ടോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അലോങ് വിത്ത് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് 1 year സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ. ഹിന്ദി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നിങ്ങൾക്ക് 1 വർഷത്തെ ഡിപ്ലോമ നിങ്ങൾക്ക് വേണം. 1 year സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷനിൽ 1 year സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. അടുത്ത ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണ്, ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 1 year ഓഫ് റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ്. അടുത്ത ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ, ആ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 1 year ഓഫ് റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ്. എന്നൊക്കെ എക്സ്പീരിയൻസ് വേണം. അടുത്ത സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് എ സ്പീഡ് ഓഫ് 40 words per minute in English typing with and 80 words per minute in a short hand. Then typist ഹിന്ദി ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഇക്വലന്റ് വിത്ത് എ മിനിമം സ്പീഡ് ഓഫ് 30 words per minute in ഹിന്ദി ടൈപ്പിംഗ്. ഇതാണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഞാൻ ബാക്കി പോസ്റ്റുകളൊന്നും പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 പോസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് 3 ജനറൽ ആൻഡ് ഡിപ്പോ. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞ് കാറ്റഗറി 2ലേക്ക് നമുക്ക് പോവാം. കാറ്റഗറി 2 ഡിഗ്രിക്ക് 60% മാർക്ക് മിനിമം വേണം. 60% മാർക്ക് മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നോക്കുക, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഏതാണ്? മാനേജർ ആണ്. മാനേജർ, ജനറൽ, ഡിപ്പോ ഓർ മൂവ്മെന്റ്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ വരുന്നതാണ്. ഓക്കെ, മാനേജർ, ജനറൽ, ഡിപ്പോ ആൻഡ് മൂവ്മെന്റ്. അവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് എ മിനിമം ഓഫ് 60% മാർക്ക് ഓർ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് CA, ICW ആൻഡ് CS. ഓക്കെ, അതായത് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, 60% മാർക്കോടെയുള്ള ഡിഗ്രി.
ബാക്കിയുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മാനേജർ അക്കൗണ്ട്സ് ആണെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ICAI or ICMAI or ICSI CS or BCom from a recognized university and a post graduation full time MBA finance degree diploma minimum 2 years. അടുത്ത മാനേജർ ടെക്നിക്കൽ ആണെങ്കിൽ BSc in agriculture or BTech BE degree in food science and technology, agriculture engineering and biotechnology. മാനേജർ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. BTech സിവിലിയർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത മാനേജർ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അടുത്ത മാനേജർ ഹിന്ദി, നമ്മൾ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റ് ഉള്ള 35 വയസ്സ് ഏജ് ലിമിറ്റ് ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട് ആൻഡ് ഡിഗ്രി ലെവൽ ആൻഡ് 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ട്രാൻസ്ലേഷൻ വർക്ക് ഫ്രം ഇംഗ്ലീഷ് ടു ഹിന്ദി ഓർ വൈസ് വേഴ്സ. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് കാറ്റഗറി 2 വരുന്ന പോസ്റ്റുകൾ. ഇതിനകത്ത് നോക്കുക, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 പോസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കാറ്റഗറി 3 നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആൻഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പോ. കാറ്റഗറി 2 നോക്കുകയാണെങ്കിൽ മാനേജർ ജനറൽ ഡിപ്പോ ആൻഡ് മൂവ്മെന്റ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അടുത്ത് നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് ജനറലും ഡിപ്പോയും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ജനറൽ മീൻസ് ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് വർക്കാർക്കും 10 to 5 ആയിരിക്കും, ആരുമായിട്ട് നമുക്ക് ഒരു കോൺടാക്റ്റിലേക്ക് വേണ്ട. പക്ഷെ ഡിപ്പോ അങ്ങനെയല്ല. ഡിപ്പോ നമ്മുടെ ജോലി ഷിഫ്റ്റിനനുസരിച്ചായിരിക്കും. എപ്പോഴാണോ വാഗൺ വരുന്നത്, ട്രെയിൻ വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ ജോലി വരുന്നത്. നമ്മൾ എല്ലാവരുമായിട്ട് കോൺടാക്റ്റിൽ പോകേണ്ടി വരും. വെൻഡേഴ്സുമായിട്ട് കോൺടാക്റ്റിൽ പോകേണ്ടി വരും. പോർട്ടേഴ്സുമായിട്ട് കോൺടാക്റ്റിൽ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ജോലിയാണത്. അത് കഴിഞ്ഞ് എങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്? അപ്പോൾ ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് പ്രധാനമായിട്ടും ഇന്റർവ്യൂ കൂടാതെ 2 ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫേസ് 1 എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫയിങ് എക്സാം കാണും. ഒരു CBT എക്സാം ഒരു ക്വാളിഫയിങ് എക്സാം ആയിരിക്കും. അപ്പോൾ അതിന്റെ മാർക്ക് ഒരിക്കലും ഫൈനലിൽ കൗണ്ട് ചെയ്യത്തില്ല. അതിനുശേഷം ചില പോസ്റ്റുകൾക്ക് അതിന്റെ ഒരു സെക്കൻഡ് ഫേസ് കാണും, ഫേസ് 2 കാണും. ആ ഫേസ് 2വിനകത്ത് 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ചില പോസ്റ്റുകൾക്ക് പേപ്പർ 1 മാത്രമായിരിക്കും എഴുതിയാൽ മതി. പക്ഷെ ചില പോസ്റ്റുകൾക്ക് പേപ്പർ 2ഉം കൂടെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഒന്ന് ഒരു ഡിഗ്രി പ്രിലിംസ് പോലെ, ഒരു പ്രിലിംസ് എക്സാം പോലെ ഒരു പേപ്പർ 1 കാണും. അത് ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അത് കഴിഞ്ഞ് അതിന്റെ ഫേസ് 2 ആണ്. ഫേസ് 2വിൽ 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അതിൽ ചില പോസ്റ്റുകൾക്ക് പേപ്പർ 1 മാത്രം എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഫേസ് 1ലേക്ക് പോവാം. സോ ഫേസ് 1 നോക്കുകയാണെങ്കിൽ ഫേസ് 1 MCQ ക്വസ്റ്റ്യൻസ് ആണ്. MCQ CBT ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കുക, ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ടോട്ടൽ 100 മാർക്കിനാണ്. ദെൻ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. 60 മിനിറ്റ് ആണ് എക്സാമിന്റെ സമയം. 1 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. പക്ഷെ എന്താണ് പ്രത്യേകത? ഇതിനകത്ത് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. 15 മിനിറ്റ് ആണ് സെക്ഷണൽ ടൈമിംഗ് വരുന്നത്. സെക്ഷണൽ ടൈമിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നോക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഇംഗ്ലീഷ് 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത റീസണിംഗ് ആണെങ്കിൽ 15 മിനിറ്റ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 15 മിനിറ്റ്. അങ്ങനെ സെക്ഷണൽ ടൈമിംഗ് ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ മാർക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് വരുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ 0.25 ആണ് നെഗറ്റീവ് വരുന്നത്. നമ്മളൊരു ശരിയുത്തരം എഴുതാണെങ്കിൽ 1 മാർക്ക് നമുക്ക് കിട്ടും. നെഗറ്റീവ് എത്രയാണ്? 0.25 ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫേസ് 1ന്റെ ബ്രേക്ക് ഡൗൺ, സെക്ഷണൽ ബ്രേക്ക് ഡൗൺ നമുക്ക് നോക്കാം. അതിനകത്ത് എത്ര സബ്ജക്റ്റുകളുണ്ട്? 4 സബ്ജക്റ്റുകളാണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, അതായത് ഒന്ന് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, 15 മിനിറ്റ് ആണ് സമയം. അടുത്ത റീസണിംഗ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, 15 മിനിറ്റ് ആണ് എക്സാമിന്റെ സമയം. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ് 25 മിനിറ്റ്, 25 മാർക്ക്, 15 മിനിറ്റ് ആണ് എക്സാമിന്റെ സമയം വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ജനറൽ സ്റ്റഡീസ് ആണ്. ആ ജനറൽ സ്റ്റഡീസിനകത്ത് ഏതൊക്കെ വരും? GK-ക്കകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ സയൻസ് അപ് ടു ക്ലാസ് 8. ശ്രദ്ധിച്ചോളേ, 8ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. NCERT 8ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫേസ് 1നകത്ത് വരുന്നു. അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സും ജനറൽ സയൻസിനകത്ത് വരുന്നത്. 5 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. മാന്യന്മാരാണ്, കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരെ GK-ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ 25 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 25 മാർക്ക്, 15 മിനിറ്റ് ആണ് വരുന്നത്. ടോട്ടൽ 60 മിനിറ്റ്, 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്. ക്ലിയർ ആണ്? അടുത്ത ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അത് കഴിഞ്ഞ് നേരെ നമുക്ക് എങ്ങോട്ട് പോവാം? ഫേസ് 2ലേക്ക് പോവാം. സോ ഫേസ് 2 എന്ന് പറഞ്ഞാൽ പോസ്റ്റ് സ്പെസിഫിക് ആണ്. ചില പോസ്റ്റുകൾക്ക് പേപ്പർ 1 മാത്രമേ വരത്തുള്ളൂ. ചില പോസ്റ്റുകൾക്കാണെങ്കിൽ പേപ്പർ 2ഉം കൂടെ വരും. അവിടെ നോക്കുക, അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫേസ് 2ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളണം, അവിടെ ടോട്ടൽ എത്ര മാർക്കാണ് വരുന്നത്? ടോട്ടൽ 120 മാർക്കാണ് വരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് ഫേസ് 2ലെ പേപ്പർ 1ഉം പേപ്പർ 2ഉം വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഞാനിപ്പോൾ ഓരോ പോസ്റ്റ് ആയിട്ട് നോക്കാം. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏറ്റവും അധികം വേക്കൻസി ഉള്ള അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പോ നോക്കുകയാണെങ്കിൽ അവിടെ
ഫേസ് 2-നകത്ത് പേപ്പർ 1 മാത്രമേ വരുന്നുള്ളൂ. അതായത് ഏറ്റവും അധികം വേക്കൻസി വരുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആൻഡ് ഡിപ്പോ അവിടെ ഫേസ് 2-നകത്ത് ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ മതി? ആദ്യം ക്വാളിഫയിങ് എക്സാം എഴുതുക, അതിനുശേഷം പേപ്പർ 1 എഴുതുക, ഖതം, പരിപാടി തീരുന്നു. അവിടെ ഫൈനൽ മാർക്ക് എടുക്കുന്ന ഏതാണ്? ആ പേപ്പർ 1-ൽ നമ്മൾ ചൂസ് ചെയ്യും. നമുക്ക് കിട്ടുന്ന മാർക്കായിരിക്കും നമ്മുടെ ഫൈനൽ മാർക്കായിട്ട് വരുന്നത്. ഫേസ് 2-ലെ പേപ്പർ 1-ൽ കിട്ടുന്ന മാർക്ക്. ഓക്കെ, ഇനി ബാക്കിയുള്ള പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ അവിടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 അക്കൗണ്ട്സ് ആൻഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പൊ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ മേ ബി അല്ല, ടെക്നിക്കൽ ആയിരിക്കും പേപ്പർ 2 വരുന്നത്. അടുത്ത ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണെങ്കിൽ അവിടെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആണെങ്കിൽ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഹിന്ദി ആണെങ്കിൽ അവിടെ പേപ്പർ 3 ഉണ്ട്, പേപ്പർ 4 ഉണ്ട്. ആ പേപ്പർ 3യുടെയും പേപ്പർ 4ന്റെയും മാർക്ക് ആയിരിക്കും ഫൈനൽ മാർക്കായിട്ട് കൗണ്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ സ്റ്റെനോ ഗ്രേഡ് 2 ആണെങ്കിൽ അവിടെ പേപ്പർ 3 മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ഇതാണ് സ്റ്റെനോയുടെ വരുന്നത്. ആ പേപ്പർ 3യിൽ വരുന്ന ഫൈനൽ മാർക്കായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആൻഡ് ഡിപ്പോ അവിടെ 2 പരീക്ഷ മാത്രമേ ഉള്ളൂ. ഒന്ന് ക്വാളിഫയിങ് എക്സാം, രണ്ടാമത്തേത് പേപ്പർ 1, പരിപാടി തീർന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫേസ് 2 വരുന്നത്. അപ്പൊ ഫേസ് 2 ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 120 ക്വസ്റ്റ്യൻസ് ആണ്. 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്, -0.25 ആണ്. അവിടെ എങ്ങനെയാ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക് 20 മിനിറ്റ്. റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക് 20 മിനിറ്റ്. ഇവിടെയും സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക് 20 മിനിറ്റ്. അത് കഴിഞ്ഞ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ നോക്കാം, ജി കെക്കകത്ത് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് സബ് ടു ക്ലാസ് 10 ആണ്. ക്ലാസ് 10 അതായത് ക്വാളിഫയിങ് എക്സാം ആണെങ്കിൽ ക്ലാസ് 8 ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ ഫേസ് 2-ലേക്ക് പോകുമ്പോൾ അവിടെ ക്ലാസ് 10 ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. NCERT 10ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് നമ്മൾ പഠിക്കണം. അതിനുശേഷം നോക്കുക, ഇവിടെ 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 10 ക്വസ്റ്റ്യൻസ് ഈ ഏരിയ വരും. കറണ്ട് അഫയേഴ്സ് 5 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ജനറൽ സയൻസ് വരുന്നത് 10 ക്വസ്റ്റ്യൻസ്, ജി കെ വരുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 25 ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കാം, ജി കെ 25 ക്വസ്റ്റ്യൻസ്, ജനറൽ സയൻസ് വരുന്നത് 10 ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ് 5 ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടർ അവയർനെസ് വരുന്നത് 5 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അവിടെ NCERTയുടെ ക്ലാസ് 10 വരെയുള്ള ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ടോട്ടൽ 45 ക്വസ്റ്റ്യൻസ് ആണ്, 45 മാർക്ക്, 30 മിനിറ്റ് ആണ് എക്സാമിന്റെ സമയം. ഇങ്ങനെയാണ് പേപ്പർ ഫേസ് 2-ന്റെ പേപ്പർ 1-ന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി കഴിഞ്ഞ പരീക്ഷയുടെ ഒക്കെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ പരീക്ഷയുടെ ഫേസ് 2-ന്റെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു? അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 72 കട്ട് ഓഫ് വന്നത്. 72. അത് കഴിഞ്ഞ EWS ആണെങ്കിൽ 67.50. ഞാൻ ഈ പറയുന്ന 120-ലാണ് കേട്ടോ. അത് കഴിഞ്ഞ് OBC ആണെങ്കിൽ 64.25, SC ആണെങ്കിൽ 58.50, ST ആണെങ്കിൽ 58.50. ഇങ്ങനെയാണ് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് വന്നത്. ക്ലിയർ ആണ്? ഇനി നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ വരുന്ന 5-ാം തീയതി, ഈ വരുന്ന ഓഗസ്റ്റ് 5-ന് നമ്മുടെ FCAയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊരു ലോങ് ടേം ബാച്ച് ആയിരിക്കും. ഓക്കെ, ലോങ് ടേം ബാച്ച്, അതായത് എന്ന് വരെ എക്സാം കാണുമോ അന്ന് വരെ നിങ്ങൾക്ക് സപ്പോർട്ട് കാണും. ക്ലിയർ ആണ്? അപ്പോൾ ആദ്യമേ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ വളരെ സമാധാനത്തോടെ സാവകാശത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഒരു ദിവസം 2 ക്ലാസ് വെച്ചായിരിക്കും വരുന്നത്. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് കാണും, കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ സെഷൻ കാണും, കൃത്യമായിട്ടുള്ള അടിപൊളി നോട്ട്സ് കാണും. ഒരു ടെസ്റ്റ് പാക്ക് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, സമാധാനത്തോടെ നമുക്ക് പഠിച്ചങ്ങ് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് എക്സാം വരെ സപ്പോർട്ടാണെന്ന് പറയുന്നത്? കാര്യം ഇതിന്റെ നോട്ടിഫിക്കേഷൻ മേ ബി ചിലപ്പോൾ ഈ വർഷം അവസാനമാകാം, ചിലപ്പോൾ അടുത്ത മാസമാകാം, ചിലപ്പോൾ ജനുവരി ആദ്യമാകാം, അടുത്ത വർഷം ആദ്യമാകാം. അപ്പോൾ എക്സാം വരെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ഇതിനകത്ത് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ഓക്കെ അല്ലേ? സോ നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.